ഓഫർ 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 ഡിസ്കൗണ്ട്. ആരാത് ഇഷ്ടപ്പെടാത്ത? നമ്മളെ ബഹുമാനപ്പെട്ട യൂസഫ് അലിക്ക രാത്രി 12 മണിക്ക് സ്പെഷ്യൽ സെയിൽ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ കണ്ടമാനം ആൾക്കാർ ഇടിച്ചു കയറുന്നതൊക്കെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. ഞാൻ അതിന് പോയിട്ടില്ല ഇതുവരെ. പക്ഷെ ഭയങ്കര ഒരു സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ പ്രൈസ് കൂട്ടിയിട്ട് കുറയ്ക്കായിരിക്കും, വാട്ട് എവർ ഇസ് ഇറ്റ്. ഓഫർ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു കുളിരാണ്. അപ്പോൾ ഓഫർ ഡിസ്കൗണ്ടുകളൊക്കെ നമുക്ക് കൊടുക്കാം. ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കണം. കാരണം ഹോട്ടലിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് രാത്രിയാകുമ്പോൾ ഈ ഫുഡുകൾ ബാക്കിയാവാനുള്ള സാധ്യതകളുണ്ട്. നമ്മളൊരു 11 മണിയാണ് നമ്മൾ ക്ലോസിങ്ങിന്. 11 മണിക്ക് ക്ലോസ് ചെയ്തിരിക്കണം. അവിടെയാണ് കണ്ടിങ്. അപ്പോൾ ആ 11 മണിക്ക് ക്ലോസ് ചെയ്യാൻ നമ്മൾ ഒരു 9:30 ആകുമ്പോൾ നമ്മൾ AI വാട്ടി പോലത്തെ വാട്സപ്പ് ടൂൾസൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റോബോട്ടിക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ അതിലൂടെ തന്നെ ബൾക്ക് മെസ്സേജുകൾ 250 ആൾക്കൊക്കെ ഒരുമിച്ച് കൊടുക്കാനും പറ്റും. അല്ലെങ്കിൽ 500 ആൾക്ക്, 1000 പേർക്കൊക്കെ. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമർ നമ്പേഴ്സൊക്കെ എടുത്ത് അതിലേക്ക് നമ്മൾ ആ ടൈം ഔട്ട് ആവുന്നതിന് തൊട്ട് മുമ്പേ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ ഓഫർ സെറ്റ് ചെയ്തിട്ട് ഒരു അടി അങ്ങോട്ട് അടിച്ചാൽ അവിടെ പിന്നെ ഒന്നും ഉണ്ടാവാറില്ല. കംപ്ലീറ്റ് വാരി തുടച്ച് സെയിലായി പോവാറുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ ആഡ് ഓൺ ബിസിനസ്സാണ് പിന്നെ നമുക്ക് ഈ ഓഫറുകളും ഡിസ്കൗണ്ടുകളും വലിയൊരു വാല്യൂ നൽകുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ഒരു ബിരിയാണി 150-നാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 2 പീസ് കബാബ്, ഒരു മൊജിറ്റോ, സാനപ്പ് മൊജിറ്റോ, പിന്നെ ഒരു എഗ്ഗ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ അതിന് ഒരു 250 രൂപ നമുക്ക് പറയാം. എന്നിട്ട് അതിൻ്റെ ഡിസ്കൗണ്ട് ഒരു 199. അപ്പോൾ വാങ്ങിക്കുന്നവൻ ആലോചിക്കും, ഒരു മൊജിറ്റോ 70 മുതൽ 90 രൂപ ചാർജ് ചെയ്യും. കബാബ് പീസ്, എഗ് എക്സ്ട്രാ, പപ്പടം, പിന്നെ സലാഡ്സ്, ബിരിയാണി, അൺലിമിറ്റഡ് റൈസ്. കിടലിന് ഓഫറല്ലേ? ഇത്തരത്തിൽ നിങ്ങളുടെ സാധനങ്ങൾക്ക് സീസണിലായിട്ട് അല്ലെങ്കിൽ സീസൺ അല്ലാത്തപ്പോൾ നമ്മൾ ഓഫറുകൾ നിരന്തരം നമ്മളുടെ ഈ നമ്പേഴ്സ്, ഈ ബില്ല് ചെയ്യുമ്പോൾ എല്ലാവരും നമ്പർ മേടിച്ച് വെക്കാനോട്ടോ മറക്കരുത്. അവർക്ക് നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക സർക്കിൾ ജനങ്ങൾ, മീൻസ് ആളുകൾ, കസ്റ്റമേഴ്സ് നിങ്ങളുടെ പിന്നിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് മിനിമം ഗ്യാരണ്ടി ബിസിനസ് ഉണ്ടായിരിക്കും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന ഭാഗത്ത് ചുറ്റുഭാഗത്തുള്ള റെഗുലർ ആയിട്ടുള്ള ആളുകൾക്ക് റെഗുലറായിട്ട് കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ഓഫർ കാർഡ് ഇറക്കാം. ആ ഓഫർ കാർഡ് കാണിച്ചാൽ അവർക്ക് അതിന് നിബന്ധനകളൊക്കെ വെക്കാട്ടാം. ഗൂഗിൾ റിവ്യൂ ചെയ്യണം, അങ്ങനെ പല നിബന്ധനകൾ വെക്കാം. പല ട്രിക്സുകളും അതിൻ്റെ പിന്നിലുണ്ട്. അത് എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെവലപ്പ് ചെയ്ത പല ട്രിക്സുകളും പഠിപ്പിച്ച് നിങ്ങളെ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഇവർ വന്നിട്ട് നിങ്ങൾക്ക് ഒരു മിനിമം ബിസിനസ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊരു ഷുവറായിട്ട് ഇത്ര കിലോ ബിരിയാണി വെക്കാം, ഇത്ര പൊറോട്ട അടിക്കാം, ഇത്ര ചായ, ഇത്ര സ്നാക്സിനുള്ള പ്രിപ്പറേഷൻ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിലൊരു കുളത്തുണ്ട്. കാരണം ഇവർ നമ്മളെ സ്പെഷ്യൽ സ്പെഷ്യൽ ചായക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിരിയാണി ചായക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ സ്നാക്സുകൾ കഴിക്കും. അപ്പോൾ ബിരിയാണി ചായ 30 രൂപയുടെ ബിരിയാണി ചായ 10 റുപ്പീസ്. അപ്പോൾ ട്രൈ ചെയ്യാൻ കുറേ ആളുകൾ വരുമ്പോൾ സ്നാക്സുകൾ പല സ്നാക്സുകളും 1, 2, 3 കഴിക്കും. ഗ്രൂപ്പായിട്ട് വരണമെങ്കിൽ അതിലൂടെ തന്നെ ഒരു വലിയ ബിസിനസ് നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ ഓഫറുകൾ വെക്കുമ്പോൾ ഈ ഓഫറുകൾ മാത്രമല്ല, കാരണം പല സൂപ്പർ മാർക്കറ്റുകളിലും നിങ്ങളെ പഴയ ന്യൂസ് പേപ്പർ കൊണ്ടുവരൂ, സബോള കൊണ്ടുപോകൂ എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ 1 കിലോ സബോളയാണ് അവർ തരുള്ളൂ, അല്ലെങ്കിൽ 1 കിലോ തക്കാളി. പിന്നെ നമ്മളവിടെ പോയി ഓട്ടോമാറ്റിക്കലി ഇത് കൊട്ടയിൽ നിറച്ച് സാധനമായിരിക്കും. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ 1000-2000 രൂപയുടെ സാധനം ചിലപ്പോൾ മേടിച്ചിട്ടായിരിക്കും വരിക. പോയതെന്തിനാ? അതൊക്കെ മറന്നിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മളെ ഇപ്പോൾ മൊത്തത്തിൽ ഈ ബിസിനസ് ചെയ്യുന്നവരുടെ മീൻസ് ജനങ്ങളുടെ മൈൻഡ്, ബിസിനസ് ചെയ്യുന്നവരുടെ മൈൻഡും ഒക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാവരും നല്ല ഡിസ്കൗണ്ടും നല്ല ഓഫറുകളും ഇഷ്ടപ്പെടാത്ത ആരുമില്ല. അത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നിടത്താണ് നമ്മളുടെ കഴിവ്. അപ്പോൾ അതിനെക്കുറിച്ച് പല ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അത് വിശദമായി പഠിച്ച് അത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുഖേന എങ്ങനെ കൃത്യമായിട്ട്
പിൻ ചെയ്ത് അവർക്ക് എത്തിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് നേടാനും പറ്റും, ആ ബിസിനസ് നിങ്ങൾക്ക് വിജയിപ്പിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറന്നുപോയാൽ, ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ ഞാൻ മറുപടി തരും. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. താങ്ക് യു. വരട്ടെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും. ഓക്കെ, ബൈ ബൈ.